ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം വടക്കൻ പറവൂരിലും കുറുവാ സംഘം എത്തിയതായി സംശയം. കുറുവാ സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു. നിരവധി വീടുകളിൽ കയറാൻ ഇവർ ശ്രമിച്ചതായാണ് വിവരം. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വടക്കേക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ഈ ആലപ്പുഴ നമുക്കറിയാം ആഴ്ചകളായി ഈ കുറുവ സംഘത്തിന്റെ ഭീതിയിലാണ്. അതിനപ്പുറം ഇപ്പോൾ എറണാകുളത്തേക്കും ഈ സംഘത്തിന്റെ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. ഈ വടക്കൻ പറവൂരിന് സമീപം തൂയിത്തറ എന്ന് പറയുന്നത്, തൂയിത്തറ പാലത്തിന് സമീപത്തെ ഏതാനും വീടുകളിലാണ് ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ ഒരു ദൃശ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത് ബുധനാഴ്ച രാത്രിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ വടക്കേക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ ആളുകളെ ഭയചകിതരാക്കുന്നത് ഇവരുടെ ഒരു പ്രവർത്തന രീതിയും ശൈലിയും എല്ലാം തന്നെയാണ്. കാരണം ഇത് വളരെ ക്രൂരമായ അക്രമ സ്വഭാവം കാണിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷ്ടാക്കളുടെ സംഘമാണ് ഈ കുറുവാ സംഘം എന്ന് പറയുന്നത്. നരിക്കുറുവകൾ എന്നാണ് അവരെ അവിടെ വിളിക്കുന്നത്. തമിഴ്നാട്ടിലടക്കം ഒരു അക്രമ സ്വഭാവം കാണിക്കുന്ന രീതിയിലുള്ളൊരു സംഘങ്ങളാണ്. വളരെയധികം പേരൊക്കെ എല്ലാവരുടെ സംഘത്തിലുണ്ടാകും. 3-4 പേരുള്ള ചെറു സംഘങ്ങളായി പിന്നീട് അവർ തിരിയുകയും സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മോഷണ രീതിയാണ് പലപ്പോഴും ഇവർ അവലംബിക്കുന്നത്. അടുത്തിടെ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര മേഖലയിലുമെല്ലാം തന്നെ ഇത്തരം സമാനമായ രീതിയിൽ തന്നെ സംഭവങ്ങളുണ്ടായിരുന്നു. അത് സംബന്ധിയായ അന്വേഷണങ്ങൾ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് ഇവരുടെ സംഘം എത്തിയിരിക്കുന്ന രീതിയിൽ സ്ഥിരീകരിക്കാവുന്ന ദൃശ്യങ്ങളടക്കം CCTV ദൃശ്യങ്ങളടക്കം എത്തുന്നത്. കാരണം ഇവരുടെ ഒരു ശൈലിയും അതോടൊപ്പം തന്നെ ഈ മോഷണത്തിന് ഇവർ അവലംബിക്കുന്ന രീതി അപ്പോൾ ദേഹമാസകലം കരിയും എല്ലാം തന്നെ പുരട്ടി ഇറങ്ങുക, കൈലി ഉടുത്ത് എത്തുക, അങ്ങനെ അവരെ പെട്ടെന്ന് ആ സംഘത്തെ തിരിച്ചറിയുന്ന രീതിയിലുള്ളൊരു അടയാളങ്ങളെല്ലാം തന്നെ ഈ രീതിയിലുള്ളതാണ്. അവർ പകൽ സമയത്ത് മറ്റ് ജോലികൾ എന്ന രീതിയിൽ തന്നെ അവിടെ ആ മേഖലയിൽ തന്നെ വ്യാപൃതരാകുക, സ്ഥലങ്ങളും ഇടങ്ങളും എല്ലാം തന്നെ കണ്ടെത്തി പിന്നീട് രാത്രിയിലേക്ക് എത്തുക. സ്ത്രീകൾ കൂടുതലായിട്ട് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നു, അതുകൊണ്ട് ഇവിടെ നിന്ന് മോഷ്ടിച്ച് കടക്കുക എന്നതൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു രീതി. നേരത്തെ പിടിയിലായവർ പലരും ഈ രീതിയിലുള്ളൊരു വെളിപ്പെടുത്തലാണ് പോലീസിനോടക്കം നടത്തിയിരിക്കുന്നത്. ഇതിൽ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് അക്രമ സ്വഭാവത്തോടുകൂടി തന്നെ മോഷണം നടത്തുക എന്നത് തന്നെയാണ് എല്ലാവരെയും തന്നെ ഈ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് പോലീസിൻ്റെ കർശനമായ രീതിയിലുള്ള പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് ഇവിടങ്ങളിലെല്ലാം തന്നെ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വടക്കൻ പറവൂർ മേഖലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പോലീസ് വ്യാപൃതരാണ്. പോലീസ് കൂടുതൽ പെട്രോളിംഗ് ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത്തരമൊരു സംഘങ്ങൾ വിഹരിക്കുന്നത് ജനങ്ങളുടെ സ്വസ്ഥതയും സ്വൈര്യതയും എല്ലാം തന്നെ കെടുത്തും. കൂടുതൽ ഇടപെടലുകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമാണ്. അതുണ്ടാകുമെന്നാണ് റൂറൽ പോലീസ് അറിയിക്കുന്നത്. തീർച്ചയായും ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വടക്കൻ പറവൂരിലേക്കും ഈ കുറുവാ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആശങ്ക പരത്തുന്ന വിഷയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നമ്മളെ രസിപ്പിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഒരു മിമിക്രി കലാകാരൻ.